നമസ്തേ. ജയ് ശ്രീകൃഷ്ണ. ശ്ലോകം 21. തേ തം ഭുക്ത്വാ സ്വർഗലോകൗ വിശാലം ക്ഷീണേ പുണ്യേ മർത്യലോകൗ വിശന്തി ഏവം ത്രയീ ധർമ്മമനുപ്രപന്നാ ഗതാഗതം കാമ കാമാലഭന്തേ. വേദങ്ങളിലെ കർമ്മകാണ്ഡങ്ങളെ അനുസരിക്കുന്ന യാജ്ഞികർ സ്വർഗലോക സുഖം അനുഭവിച്ച് പുണ്യം ക്ഷയിച്ച് മർത്യലോകത്തിൽ തിരിച്ചു വരുന്നു. ഇങ്ങനെ വേദധർമ്മം അനുഷ്ഠിക്കുന്ന ഇവർ വന്നും പോയും ഇരിക്കുന്ന അല്പസുഖങ്ങൾ തേടുന്നു. സ്വർഗത്തിലെ വിശാലമായ സുഖങ്ങൾ അനുഭവിച്ച ശേഷം അവരുടെ പുണ്യം തീർന്നാൽ അവർ വീണ്ടും ഭൂമിയിലേക്ക് മടങ്ങി വരും. ഇങ്ങനെ വേദങ്ങളിൽ പറഞ്ഞ കർമ്മങ്ങൾ പാലിച്ച് ഫലങ്ങൾ ആഗ്രഹിക്കുന്നവർ ജനനം മരണം എന്ന ചക്രത്തിൽ കുടുങ്ങുന്നു. തേതം ഭുക്ത്വാ, യജ്ഞാദികൾ ചെയ്ത് സ്വർഗം തേടുന്നവർ അവിടെയുള്ള സുഖങ്ങൾ അനുഭവിക്കുന്നു. ക്ഷീണേ പുണ്യേ, പക്ഷേ ആ സുഖങ്ങൾ ശാശ്വതമല്ല. പുണ്യം തീർന്നാൽ അവർ വീണ്ടും ഭൂമിയിലേക്ക് വരണം. ത്രയീധർമ്മം, വേദങ്ങളിൽ പറഞ്ഞ കർമ്മങ്ങൾ, യജ്ഞം, പൂജകൾ ഇവ മാത്രം അനുസരിക്കുന്നവർ. കാമ, ആഗ്രഹങ്ങൾ നിറവേറ്റാൻ മാത്രം പ്രവർത്തിക്കുന്നവർ. ഇവർക്ക് മോക്ഷം ലഭിക്കില്ല. മറിച്ച് ജനനം മരണം എന്ന ചക്രം തുടരും. ഈ ശ്ലോകത്തിൽ ശ്രീകൃഷ്ണൻ പറയുന്നത് സ്വർഗസുഖങ്ങൾ ശാശ്വതമല്ല എന്നതാണ്. പുണ്യം തീർന്നാൽ മനുഷ്യൻ വീണ്ടും ഭൂമിയിലേക്ക് വരണം. ആഗ്രഹങ്ങൾക്കായി മാത്രം കർമ്മങ്ങൾ ചെയ്യുന്നവർ ജനന മരണ ചക്രത്തിൽ കുടുങ്ങിപ്പോകും. അതുകൊണ്ട് നമുക്ക് ഫലാശയില്ലാത്ത ഭക്തിയിലേക്കും ആത്മജ്ഞാനത്തിലേക്കും മുന്നോട്ടു പോകണം. സ്വർഗം പോലും താൽക്കാലികം. ആഗ്രഹങ്ങൾ പുനർജന്മം. നിഷ്കാമ ഭക്തി മോക്ഷത്തിലേക്ക് നയിക്കും. നന്ദി.